ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവൊക്കെ പോയപ്പോൾ എല്ലാവരും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഹോം ടൂർ വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, ഹോം ടൂർ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഒരു 1 BHK ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വ്യൂ ആണ് ഗൈസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് ഹോളാണ്. ഹോളിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോഫ, ഒരു ടേബിൾ, ഒരു കബോർഡ്, ഒരു ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഉള്ള സ്പേസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താണ് എല്ലാം ചെറുതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണുന്ന ഒരു TV യൂണിറ്റാണ്. TV യൂണിറ്റിൻ്റെ മേളിൽ തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഡെക്കോറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മെയിനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ലീഫിൻ്റെ ഒരു ഡെക്കോർ ഐറ്റമാണ്. അതിന് ഒരു കുഞ്ഞ് ഫെയറി വാം ലൈറ്റ് വരുന്നൊരു നല്ലൊരു സ്ട്രിങ് ആണത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നിങ്ങൾക്ക് ലൈറ്റ് കാണാമോ എന്നറിയത്തില്ല, കാണാമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് സാധനങ്ങളാണ്. നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഫ്ലവർ വേഴ്സ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല കാറിൻ്റെയും ബൈക്കിൻ്റെയും വലിയൊരു വിശാലമായ കളക്ഷൻ തന്നെയുണ്ട് ഗൈസ് ഞങ്ങൾക്ക്. അതും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഡെക്കോർ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം നല്ല രീതിയിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തെല്ലാം അറേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു TV യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ TV വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കുഞ്ഞു സ്ഥലമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ആ ഒരു കോർണറിൽ നമ്മളൊരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. പ്ലസ് അതുകൂടാതെ നമുക്കിവിടെ ഒരു കുഞ്ഞു സ്പീക്കർ, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണത്. പിന്നെ നമ്മുടെ കുട്ടപ്പായുടെ ഇലക്ട്രിക്കിൻ്റെ ഒരു തൊട്ടിലാണിത്. അവൻ അതിൽ കിടന്ന് കളിക്കുന്നതൊക്കെ. അപ്പം ആ ഒരു ഇലക്ട്രിക് തൊട്ടിലാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ അതിന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സോഫയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാക്സിമം സ്പേസ് കിട്ടുന്നത് പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മൂലയിൽ ഒരു ടെഡി ബിയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കബോർഡാണ് അവിടെ വരുന്നത്. കബോർഡ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ടുള്ള വ്യൂ നമ്മൾ കാണിച്ചു തരാം ഇപ്പം. പിന്നെ ഈ കോർണറിലായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക് സൈഡിലോട്ടുള്ള വ്യൂ ആയതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണാൻ വലിയൊരു ഗ്രൗണ്ടാണ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നൊരു ഗ്രൗണ്ടാണിത്. വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് വരുമ്പോൾ നമുക്കിവിടെ ഒരു കുഞ്ഞ് പാസേജ് പോലെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പാസേജാണത്. ആ പാസേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുമ്പോൾ റൂമും, നേരെ കാണുന്നത് കിച്ചണും, ലെഫ്റ്റ് സൈഡ് വരുന്നതാണ് ബാത്റൂമും. നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു കിങ് സൈസ് ബെഡാണ്. ഒരു 3 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. ഡ്രസ്സിങ് ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം 4 കമ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സിങ് ടേബിളാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കുട്ടപ്പായുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു കോർണറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ കോർണറിലായിട്ട് നമുക്കൊരു വാൾഡ്രോബ് വരുന്നുണ്ട്. അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാൾഡ്രോബാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് 3 സെക്ഷൻസ് വരുന്ന ഒരു കുഞ്ഞ് കബോർഡും കൂടെ ഇവിടെയും ഉണ്ട്. അവിടെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ തന്നെയാണ് നമ്മൾ അയൺ ചെയ്യാനുള്ളൊരു സെറ്റ് ചെയ്തേക്കുന്നത്. അയണിങ് ടേബിളൊക്കെ അവിടെ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നല്ല ഭംഗിയില്ലേ പടം കാണാനായിട്ട്. അപ്പോൾ പിന്നീട് നമ്മൾ പോകുന്നത് നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിലോട്ടാണ്. അത്യാവശ്യം ഒരു കുഞ്ഞ് കിച്ചണാണ് നമുക്കുള്ളത്. ആ കിച്ചണിൽ തന്നെ നമ്മൾ ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാം മാക്സിമം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കൂൾ ഫ്ലെക്സ്, ഇപ്പുറത്തെ സൈഡിലൊരു വാഷ് ബേസിനാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീൻ അവിടെ തന്നെ കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ മിക്സിയൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹോട്ട് പ്ലേറ്റാണ് ഗൈസ്. അതാണ് ഇങ്ങനെ ഇതിൽ കാണുന്നത്. ഹോട്ട് പ്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഡിഷ് റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓവനും കെറ്റിലുമാണ് നമ്മൾ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മേളിലായിട്ട് ഒരു റാക്ക് പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുഞ്ഞൊരു 3 ലെയറിൻ്റെ ഒരു റാക്ക് വരുന്നുണ്ട്. അവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കിച്ചൻ്റെ ഒരു കുഞ്ഞു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്തൊരു കബോർഡ് ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ബാത്റൂമിലോട്ടാണ്. നമുക്കൊരു വാഷ് ബേസിന്, ഒരു മിററൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങളൊരു ബാത്റൂമിൻ്റെ വ്യൂ. അത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.